കൃഷ്ണ. നമ്മൾ ഭക്തിയുടെ തിരുനടയിലേക്ക് പോവുകയാണ്. ഗുരുവായൂർ പുണ്യസങ്കേതത്തിൽ ഇന്ന് ഭക്ത മനസ്സുകളെ ആനന്ദത്തിലാഴ്ത്തുന്നത് പൊന്നുണ്ണിക്കണ്ണൻ്റെ അതീവ സുന്ദരമായിട്ടുള്ള ഒരു അലങ്കാരമാണ്. ഗോപിക വസ്ത്രാപഹാരത്തിന് ശേഷം ഭഗവാൻ ഇങ്ങനെ മരക്കൊമ്പിൽ ഇരുന്ന് ഓടക്കുഴൽ ഓതുന്ന ആ ഭാവമാണ് ഇന്നത്തെ അലങ്കാരം. ലീലാലോലനായ ഭഗവാൻ തൻ്റെ ഭക്തരുടെ അഹന്തയെന്ന വസ്ത്രത്തെ നീക്കി അവരെ ആത്മീയമായ നഗ്നതയിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഗോപിക വസ്ത്രാപഹാരം എന്ന ലീല. ശ്രീലകത്തിനുള്ളിൽ കളഭം കൊണ്ട് മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു മരത്തിൻ്റെ കൊമ്പിലാണ് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത്. ഇടതുവശത്തേക്ക് 3 കൊമ്പുകളും വലതുവശത്തേക്ക് 3 കൊമ്പുകളുമായിട്ട് പടർന്നു നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ താഴത്തെ ഒരു കൊമ്പിൽ തൻ്റെ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വളരെ കൗതുകകരമായ ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. 2 കൈകൾ കൊണ്ടും തൻ്റെ പൊന്നോട് കുഴൽ ചുണ്ടോട് ചേർത്ത് പ്രപഞ്ചത്തിന് മുഴുവൻ ആനന്ദം പകരുന്ന വേണുഗാനം പൊഴിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ആ മന്ദഹാസം തൂകുന്ന മുഖവും തിളങ്ങുന്ന കണ്ണുകളും ഭക്തരുടെ സകല ദുഃഖങ്ങളും മായ്ച്ചു കളയുകയാണ്. ആ തൂക്കിയിട്ടിരിക്കുന്ന കുഞ്ഞിക്കാലുകളില്ലേ, കുഞ്ഞിക്കാലുകളിൽ തിളങ്ങുന്ന പൊന്തളകളുണ്ട്. പിന്നെ ഇങ്ങനെ പോയിട്ട് അരയിലിങ്ങനെ കിങ്ങിനി ചുറ്റിയിട്ടുണ്ട്. പട്ടുടുപ്പ്, അതായത് പട്ടുകോണം ചുറ്റിയിട്ടുണ്ട് ഉണ്ണി. കൈകളിൽ കൈവളകളുണ്ട്, തോൾവളകളുണ്ട്. പിന്നെ കഴുത്തിലാണെങ്കിലോ കഴുത്തിനോട് ചേർന്ന് മനോഹരമായ മുല്ലമൊട്ടുമാലയും പിന്നെ വളയം പോലുള്ള മാലയും ചാർത്തിയിട്ടുണ്ട്. കൂടാതെ തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ, നന്ദ്യാർവട്ടം, താമര എന്നിവ കോർത്ത് ഭംഗിയുള്ള ഒരു ഉണ്ടമാലയും ഭഗവാന്റെ മാറിൽ ഉണ്ട്. നീളത്തിൽ ഇങ്ങനെ ആ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തിരുമുടിയിലെടുത്ത അലങ്കാരം നോക്കി നോക്കൂ. തിരുമുടിയിൽ തെച്ചിയും തുളസിയും ചേർത്ത മാലകളും 3 മയിൽപ്പീലി തിരുമുടികളുമാണ് ചാർത്തിയിട്ടുള്ളത്. മരത്തിൻ്റെ മുകളിലെ കൊമ്പുകളിലായിട്ട് നീരാടാനിറങ്ങിയ ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഭഗവാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ലൗകികമായ ബന്ധനങ്ങളെയും മായയാണ് സൂചിപ്പിക്കുന്നത്. ഈ മായയെ ഭഗവാൻ അപഹരിക്കുമ്പോൾ മാത്രമാണ് ഭക്തന് ഈശ്വരനുമായിട്ട് പൂർണ്ണമായി ഐക്യപ്പെടാൻ സാധിക്കൂ എന്നുള്ള വലിയ ഒരു സത്യമാണ് നമുക്ക് ഈ ഒരു അലങ്കാരത്തിലൂടെ, ഈ ഒരു ലീലയിലൂടെ ഭഗവാൻ കാണിച്ചു തന്നത്. മരക്കൊമ്പിലിരുന്ന് ചിരിച്ചുകൊണ്ട് വേണുഗാനം പൊഴിക്കുന്ന ഈ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഭക്തരുടെ മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറയ്ക്കുന്നുണ്ട്. ആ തൃപ്പാദങ്ങളിൽ സർവസ്വം അർപ്പിച്ച് നമുക്ക് നാമജപത്തോടെ ആ പുണ്യദർശനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. എല്ലാവർക്കും ഒരുമിച്ച് നാരായണ നാമം ജപിക്കാം. ഉറക്കെ നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.